ചങ്ങായിമാരെ, നമ്മളെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു കുടുംബമാണ്. 4 കുട്ടികള്, പെണ്ണുങ്ങള്, ഒരു പെര, ഇങ്ങനെ 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 പോവാണ്. അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ പെണ്ണുങ്ങളോട് ഇനിയിപ്പോ നമ്മള് പെണ്ണുങ്ങളോട് എന്ന് വെച്ചാൽ നമ്മള് കാത്തു വെച്ചൊരു ഇതുണ്ട്. എന്നുവെച്ചാല് ഇങ്ങനെ 4 കുട്ടികൾ, 5 കുട്ടികൾ, 6 കുട്ടികൾ ഒരു വിഷയമല്ല. പക്ഷെ നമ്മളെ പെണ്ണുങ്ങള് നമ്മളെ എപ്പോഴും നമ്മളൊരു സുന്ദരി ഭാര്യയായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ടെക്ക് മുഴുവൻ മേടിച്ചു കൊടുക്കുമ്പോൾ ഓരോ സന്തോഷമുണ്ട്. അതൊന്ന് കണ്ടോട്ടെ. നമ്മള് പെണ്ണുങ്ങളതിനുള്ളിൽ, കുഞ്ഞോളതിനുള്ളിലുണ്ട്. കുഞ്ഞോളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് ഇത് കൊണ്ടുവരുന്നതും മേടിച്ചതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. കുഞ്ഞോളെ, എന്താ വർത്താനം? 4 കുട്ടികളാണ്. അതില് 4-ാമത്തെ കുട്ടി പറഞ്ഞു. 4-ാമത്തെ കുട്ടി ഇതാണ് ഇവിടെ ഉറങ്ങുകൊണ്ട് ചുണ്ടാലാഗ്. ഹലോ, ഉറക്കൊന്നുമില്ലേ? ഇമ്മച്ചിനെ ഉറക്കം സ്വീപ്പാക്കുന്നുണ്ടോ? അപ്പൊ കുഞ്ഞോളെ, ഞാന് എന്റെ അടുത്തൊരു സാധനം ഉണ്ട്. ഗസ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മള് പറഞ്ഞ മാതിരിക്കേ, ഞാനത്തെ പറഞ്ഞ മാതിരിക്കുന്നേ നമ്മള് കേട്ടിട്ടൊന്നുമില്ല. അതിനെന്ത് മൊത്തം നോക്കണേ അങ്ങനല്ലേ? നേരത്തെ നമ്മള് പറഞ്ഞ മാതിരിക്ക് നമ്മള് എപ്പോഴും കൊടുക്കലൊന്നുമില്ല. എപ്പോഴേലും നമുക്കൊരു തോന്നണം. എന്താ വെച്ചാല് നമ്മളെ മനസ്സൊക്കെ ഹാപ്പി ആകുമ്പോ നമ്മളിങ്ങനെ ഇതേ മാതിരിക്കത്തെ സൂപ്പറായി. സൂപ്പറായില്ലേ? 4 കുട്ടികളായിട്ടും ഞാൻ കുട്ടിയാണ്. അതെ ഗൈസ്, കുഞ്ഞോളെന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാവും. ഇല്ലാത്തൊരു അഭിനയിക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. അതായത് കുടുംബജീവിതത്തിൽ പ്രശ്നമില്ലാത്ത പോലെ അഭിനയിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. എല്ലായിടത്തും ചെറിയൊരു സൗന്ദര്യപ്പണക്കെങ്കിലും ഇല്ലാതെ അല്ലേ? എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാന് ഇവിടെ കെട്ടണമെന്ന് എന്റെ കയ്യിലാകെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആകെ 4 കൂട്ടം പാന്റും എന്റെ ID കാർഡും ആധാർ കാർഡും മാത്രം ഉള്ള ഇനി അവിടെ വന്നു. ഇന്ന് പടച്ചോന്റെ തൗഫീഖും കൊണ്ട് 4 കുട്ടികളായി, ഒരു പെരയായി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കേട്ടോ. ഒരു പെരയായി അല്ലേ, സ്ഥലമായി, കാറായി, ബൈക്കായി. അൽഹംദുലില്ലാഹ് അല്ലേ അല്ലേടി? അല്ല ഞാൻ 4 കുട്ടികളായി പറഞ്ഞ അങ്ങനല്ല. 4 കുട്ടികള് എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയായി ഭാര്യയായി. ഓക്കെ, അത് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ പറയാനെന്താ വെച്ചാല് നമ്മളെ ജീവിതം ഇല്ലേ, നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുകൾ അല്ലേ? നമുക്ക് കല്യാണം കഴിച്ച സ്റ്റാർട്ടിങ് ഒക്കെ ഇവിടെ പെരിയ നിന്നത്. അപ്പൊ ഒരു പെണ്ണുങ്ങളെ പെരിയ നിൽക്കുമ്പോ അല്ലേ അവസ്ഥകൾ അല്ലേടി, അവസ്ഥകളും ഇടങ്ങേറുകളൊക്കെ എത്രമാത്രം ഉണ്ടാവും ഒരാൾക്ക് ചിന്തിച്ചറിയാം. ഒരുപാട് ഇടങ്ങേറ് സഹിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഒരു പെരയായി. അൽഹംദുലില്ലാഹ് പടച്ചോൻ എത്ര കരഞ്ഞിക്കണ അറിയാനൊക്കെ. ഒരു വാടക 11 കൊല്ലം വാടക നിന്നു. 1 കൊല്ലം എന്റെ വരില്ലടി, 1 കൊല്ലം വരിലും ബാക്കി 11 കൊല്ലം വാടക നിന്നു. ഇടങ്ങേറായി. ഒരുപാട് ആൾക്കാരെ സഹായിച്ചു നമ്മളെ. പിന്നെ ഇസുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഹാർട്ട് സർജറി കഴിഞ്ഞു, എന്തെല്ലാം 2 കഴിഞ്ഞു. ഹാർട്ട് സർജറിയും കീഴോളും കഴിഞ്ഞു. അതല്ല അൽഹംദുലില്ലാഹ് പടച്ചോന് നമ്മളെ കൊടുക്കണില്ല, കൊടുക്കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.